ഇപ്പോൾ ക്ലൈമറ്റ് മാറിയത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും അമിതമായിട്ട് മൂക്കടയ്ക്കുക, ഇടയ്ക്കിടയ്ക്ക് രാത്രി മൂക്കടയ്ക്കുക, തുമ്മൽ, അലർജി, ഇനി അഥവാ മൂക്കിൻ്റെ ആ ഒരു ഭാഗത്ത് സൈഡിലായിട്ട് മുഖത്തിൻ്റെ ഭാഗത്തും തലയിലൊക്കെ ഭയങ്കര നീര് കെട്ടിക്കിടക്കുന്ന പോലെ കഫക്കെട്ട്, അതുപോലെ തൊണ്ടയുടെ എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ തന്നെ കഫം കയറി വരിക, നെഞ്ചിലാണെങ്കിലും എപ്പോഴും കഫം കെട്ടിക്കിടക്കുന്ന പോലെ, എന്നാൽ ചുമച്ച ഒന്നും വരുന്നില്ല. ഇത് പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതുപോലെ ചിലർക്ക് ഇപ്പോൾ മൂക്കിൻ്റെ തണ്ട് വളഞ്ഞിട്ട് DNS എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവാം. അപ്പോൾ അതിന് സർജറി ചെയ്യണോ, അത് ചെയ്താൽ എൻ്റെ ഈ കഫക്കെട്ട് മാറുമോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ ഒരു ക്ലൈമറ്റിൽ പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടും കൂടിയാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഈ ഒരു അലർജിയുടെ പ്രശ്നം, അതേപോലെ ആസ്മ, കഫക്കെട്ട് കാരണം, മുഖത്തിൽ നീർക്കെട്ട് കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ചെറുത്ത് നിർത്താനായിട്ട് പറ്റും, ഇതെങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും, ഏതാണ് ഈ സൈനസൈറ്റിസ് എന്നുള്ളത്, DNS എന്ന് പറഞ്ഞ് ഈ മൂക്ക് തണ്ട് വളഞ്ഞിരിക്കുന്നതിന് സർജറിയുടെ ആവശ്യം ഉണ്ടോ, ഇതിനെ നമുക്ക് വീട്ടിൽ തന്നെ ചില പൊടിക്കൈകൾ വെച്ചിട്ട് എങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഈ ക്ലൈമറ്റ് മാറുന്നവരെ, കാരണം ക്ലൈമറ്റ് മാറാൻ പോകുന്നില്ല. അപ്പോൾ അതുവരെ നമ്മുടെ ശരീരത്തിന് എങ്ങനെ ചെറുത്ത് നിർത്താൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനി ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. ക്ലൈമറ്റ് മാറുമ്പോൾ ഒരുപാട് പേർക്ക് വരുന്ന ബുദ്ധിമുട്ടാണ് മൂക്ക് ഫുള്ളായിട്ട് അടഞ്ഞിരിക്കുക. അതായത് വായിൽ മാത്രമാണ് ഞാൻ ശ്വസിക്കുന്നത്. അതേപോലെ തന്നെ മൂക്കിൽ കൂടുതലായിട്ടും അലർജി, കണ്ണിക്കൂടി നീര് വരിക, അലർജി കൂടുതലായിട്ട് ഉണ്ടാവാം. ഇനി ചുമ കൂടുതലായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് രാത്രിയാണെങ്കിലും ഇങ്ങനെ കുത്തിച്ചുമ, വരണ്ട ടൈപ്പിലുള്ള ചുമ, എന്നാൽ കഫം ഉണ്ട്, ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന പോലെ ഉണ്ട്, പുറത്ത് വരാത്തത് പോലെ. അത് ചിലർക്ക് വീസിങ് അല്ലെങ്കിൽ ശ്വാസം മുട്ടലായിട്ട് വരുന്നുണ്ടാവുക. ഇനി രാവിലെ എണീക്കുന്ന സമയത്ത്, കിടന്നിട്ട് രാവിലെ എണീക്കുന്ന സമയത്ത് ഒരുപാട് നേരം കാർക്കിച്ചത് എടുക്കേണ്ട അവസ്ഥ, കഫം തൊണ്ടയിൽ എപ്പോഴും കുടുങ്ങി നിൽക്കുന്ന പോലെ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സൈനസൈറ്റിസ്, എന്താണ് ഈ കഫക്കെട്ട് എന്നുള്ളത് നോക്കാം. നമ്മൾ യൂഷ്വലി ജനറലായിട്ട് കഫം എന്ന് പറയുന്നത് ഒരു ഫ്ലം അല്ലെങ്കിൽ സ്ഫുടമാണ്. അത് നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന, പുറന്തള്ളപ്പെടുന്ന ഒരു തരം ഫ്ലൂയിഡാണ്. അപ്പോൾ ഇത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അവിടെ അടഞ്ഞു നിന്നാലോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ശ്വാസനാളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അടഞ്ഞു നിന്നാലോ, അല്ലെങ്കിൽ നമ്മുടെ മൂക്കും ഈ ശ്വാസനാളത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ചുറ്റും ചിലർക്ക് നീർക്കെട്ട് അല്ലെങ്കിൽ ഈ കഫക്കെട്ട് എന്ന് പറയുന്ന ഫുൾ ആ ഒരു ഫ്ലം അടഞ്ഞു നിന്നാലോ, എല്ലാത്തിനും നമ്മൾ ജനറലായിട്ട് പറയുന്നത് കഫക്കെട്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ സഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മൂക്കടപ്പും വരുന്നത് ഒട്ടുമിക്ക ആളുകൾക്ക് ഈ സൈനസൈറ്റിസിൻ്റെ പ്രശ്നം ഉണ്ടാകും. സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിലെ ചുറ്റുമുള്ള വായു അറകളാണ്. അതായത് നമ്മുടെ ബ്രെയിന്, തലച്ചോറിന് അതിൻ്റെ വെയിറ്റ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ലൈറ്റാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പ്രഷർ ലൈറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കള്ളെന്ന് പറഞ്ഞ തലയോട്ടിയിൽ, മുഖത്തിൻ്റെ ആ ഭാഗങ്ങളിലും അതേപോലെ തന്നെ തലയോട്ടിയിലെ പല ഭാഗങ്ങളിലായിട്ട് സൈനസുകളുണ്ട്. ഈ സൈനസ് എന്ന് പറയുന്നത് ഒന്നുമല്ല, കുറച്ച് എയർ ഫിൽഡ് ആയിട്ടുള്ള ഒരു സ്പേസാണ്. കാറ്റ് മാത്രം ഫില്ല് ചെയ്തിട്ടുള്ള വായു അറകളാണ് ഈ സൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈനസിൽ ഇൻഫ്ലമേഷൻ വരിക. അതെങ്ങനെയാണ് ഈ സൈനസിൽ ഇൻഫ്ലമേഷൻ വരിക എന്ന് പറഞ്ഞാൽ, ഈ സൈനസിൻ്റെ ഉള്ളിൽ ചെറിയ ലെയറുകളുണ്ടാവും, ചെറിയ പാളികളുണ്ടാവും. അപ്പോൾ അതിൽ നീർക്കെട്ട് വരുമ്പോൾ, അതായത് ഇപ്പോൾ അത് എന്തെങ്കിലും കാരണം കൊണ്ടാവാം. ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ജലദോഷം വരുന്നവർ, അലർജി, IgEയുടെ ലെവൽ ശരീരത്തിൽ കൂടുതലുള്ളവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ലൈനിങ്, സൈനസിൻ്റെ ആ ഒരു ലൈനിങ്ങിൽ കൂടുതലായിട്ടും ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അതായത് ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഈ വായു അറകളിലെ വായുവാണ് നിൽക്കേണ്ടത്, അതിന് പകരം വായു അറകളിൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ നീർക്കെട്ട് വന്ന് അടയാൻ തുടങ്ങും. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മുഖത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖമൊക്കെ ഒന്ന് വീങ്ങിയ പോലെ, അതായത് ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് മുഖം ഉണ്ടാവില്ല, അതുപോലെ തന്നെ എല്ലാ നേരവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ മുഖം വീങ്ങി നിൽക്കുന്ന പോലെ, കവിളുകളൊക്കെ വീങ്ങി നിൽക്കുന്ന പോലെ, തടിച്ച പോലെ. ചിലർക്ക് പിരുക്കത്തിൻ്റെ മുകളിലായിട്ട്, അവർ കറക്റ്റ് ഒരു സ്പോട്ട് തന്നെ പറയും, ഈ ഭാഗത്ത് മാത്രമായിട്ട് വേദന വരുന്നുണ്ട്. ഇത് ഒട്ടുമിക്ക ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്, ഇത് മൈഗ്രെയിൻ ആണോ, കാരണം തലവേദന പോലെയും വരുന്നുണ്ട്, മൈഗ്രെയിൻ ആണോ സൈനസൈറ്റിസ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പം മൈഗ്രെയിൻ ആയിട്ട് വരുന്നവരാണെങ്കിലും സൈനസൈറ്റിസിനായിട്ട് വരുന്നവരാണെങ്കിലും നമ്മളിത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, അത് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിത് എക്സാമിൻ ചെയ്ത് നോക്കും. കൈ ഇങ്ങനെ വെച്ച് അമർത്തി നോക്കുന്ന ടൈമിൽ ഈ ഭാഗത്ത് ഭയങ്കര വേദന അനുഭവപ്പെടുക, അതേപോലെ പിരുകത്തിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുക, വിങ്ങി നിൽക്കുന്ന പോലെ അത് എപ്പോഴും ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മൂക്കടപ്പ്, എപ്പോഴും
സ്നഫിങ് എന്ന് പറയും. അതായത് ഇങ്ങനെ ആക്കുക, ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സൈനസൈറ്റിസിൻ്റെ ലക്ഷണമാണ്. കാരണം മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ അതിൽ ഈ ഒരു ഭാഗം ഒന്നും അസോസിയേറ്റഡ് ആവില്ല. അതിന് മൈഗ്രെയിൻ വിത്ത് ഓറ, വിത്തൗട്ട് ഓറ എന്നുണ്ട്. അതായത് ഓറയോട് കൂടിയിട്ട് നമുക്ക് തലകറങ്ങുന്ന പോലെ, കണ്ണ് മങ്ങുന്ന പോലെ, ലൈറ്റും അതേപോലെ തന്നെ ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റാത്ത പോലെ അങ്ങനെ വരുന്ന മൈഗ്രെയിൻ ആണ് കൂടുതലായിട്ടും ഉള്ളത്. ഓറ ഇല്ലാതെ തലവേദന മാത്രം ഏതെങ്കിലും ഒരു യാത്ര കഴിഞ്ഞ് അങ്ങനെ വരുന്നതുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ച് തന്നെ നമുക്ക് ഈ സൈനസൈറ്റിസും മൈഗ്രെയിനും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സൈനസൈറ്റിസ് ഉള്ളവർക്ക് എപ്പോഴും മൂക്കിൻ്റെ ആ ഒരു ഉള്ളിൽ എന്തോ ഒരു കഫം കെട്ടി നിൽക്കുന്ന പോലെ, അതായത് സെക്രീഷൻസ്, നേരത്തെ പറഞ്ഞ പോലെ സ്ഫുടം എന്ന് പറഞ്ഞ ഈ കഫം മൂക്കിൻ്റെ ഉള്ളിൽ എപ്പോഴും കെട്ടി നിൽക്കുന്ന പോലെ, ഇനി എത്ര അവർ മൂക്ക് ക്ലീൻ ചെയ്താലും അത് പുറത്ത് വരാത്ത പോലെ. ചിലർക്ക് ഈ സൈനസൈറ്റിസ് ഉള്ളവർക്ക് മൂക്കിലൊരു ബാഡ് സ്മെല്ല് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വായ്നാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ സൈനസൈറ്റിസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം എക്സാമിൻ ചെയ്യും. കാരണം മൂക്കിൽ എപ്പോഴും ഈ ഒരു നീർക്കെട്ട് ഉള്ളത് കൊണ്ട്, മൂക്കിലും ആ ചുറ്റുഭാഗങ്ങളും നീർക്കെട്ട് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നമ്മളെപ്പോഴും വെറുതെ ഇരിക്കുന്ന ഒരു ഭാഗത്ത് ബാക്ടീരിയ കൂടുതൽ വളർച്ച ഉണ്ടാവില്ല. എന്നാൽ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു കഫം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ഫുടം എന്ന് പറയുന്ന ഈ ഒരു കഫം അത് കൂടുതലായിട്ട് നമ്മുടെ ഇപ്പോൾ ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന ഡിസ്ചാർജസ് ഒക്കെ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയയുടെ വളർച്ച കൂടും. അങ്ങനെ കൂടുന്ന സമയത്താണ് ഒരു തരം ഫൗൾ സ്മെല്ല് അവർക്ക് തന്നെ അത് സെൽഫായിട്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മൂക്കിൻ്റെ ആ ഒരു ഭാഗത്താണെങ്കിലും അതേപോലെ തന്നെ അവർ ശ്വസിക്കുന്ന ടൈമിൽ തന്നെ ആ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് മെയിൻ റീസൺ ആ ഒരു കഫം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റീമിംഗ് ആണ്. അതായത് നോർമലായിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ സ്റ്റീം ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു വായു അറകൾ റിലീസ് ആവാനായിട്ട് ഹെൽപ്പാവും. അവിടുത്തെ നീർക്കെട്ട് കുറയാനും ഇൻഫ്ലമേഷൻ കുറയാനൊക്കെ വളരെയധികം സഹായകരമാവും. ഇതിലെങ്കിലും ചിലർ വിചാരിക്കാറുണ്ട് എന്തെങ്കിലും ബാം പുരട്ടിയിട്ടോ അങ്ങനെ അല്ലെങ്കിൽ വിക്സ് പുരട്ടിയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ടും ഈ സൈനസൈറ്റിസ് ഉള്ളവർ ആവി പിടിക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഈ വിക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാമോ ഇതൊക്കെ തന്നെ ഒരു ജെല്ല് രൂപത്തിലാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ആവി പിടിക്കുന്ന സമയത്ത് വായു അറകൾ ഒന്നുകൂടെ പോയിട്ട് അടയുകയാണ് ചെയ്യുക. അപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ആ മൂക്കൊന്ന് അടഞ്ഞതൊക്കെ മാറിയിട്ടുണ്ട്, റിലീഫ് ആയിട്ടുണ്ട് എന്ന് തോന്നിയാലും അതൊരു പെർമനൻറ്റ് ക്യൂർ അല്ല. ഒന്നുകൂടെ കണ്ടീഷൻ വഷളാവാനാണ് സാധ്യത. കാരണം ഈ വായു അറകളിൽ ഈ ഒരു വിക്സും അതേപോലെ തന്നെ വേറെന്തെങ്കിലും ബാമുകളൊക്കെ അതിൻ്റെ അംശങ്ങളൊക്കെ കൂടി പോയിട്ട് അടഞ്ഞിട്ട് അതൊന്നുകൂടെ നിങ്ങൾക്ക് ശ്വാസം വിടാനായിട്ട് ബുദ്ധിമുട്ട്, വായിൽ കൂടെ ശ്വാസം എപ്പോഴും വലിക്കേണ്ട അവസ്ഥ, മൂക്ക് എപ്പോഴും ഇങ്ങനെ ആക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോർമലായിട്ട് സാധാരണ വെള്ളത്തിൽ നിങ്ങൾ ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇഫക്റ്റീവായിരിക്കും. അതേപോലെ തന്നെ തല കഴുകുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദിവസവും തല കഴുകുന്ന ഹാബിറ്റ് ഉള്ളവരുണ്ട്, അപ്പോൾ അങ്ങനെയുള്ളവർ വൈകിട്ട് മാക്സിമം തല കഴുകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ആ ഒരു ടൈമിൽ ക്ലൈമറ്റ് ഹ്യൂമിഡ്, അതായത് നമ്മുടെ ആ ഒരു ക്ലൈമറ്റിൽ വേരിയേഷൻ വരുന്നുണ്ടാവും. അത് കുറച്ചുകൂടെ എന്താ പറയുക ഈ സൈനസൈറ്റിസ് ഉള്ളവർക്ക് വഷളാവാനാണ് സാധ്യത. അപ്പോൾ വെയിലുള്ള ടൈമിൽ അതേപോലെ രാവിലെ നേരം തല കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ, ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും തല കഴുകി അങ്ങനെ കെട്ടി വെച്ച് പോകുന്നുണ്ടാവും. ഇതും എന്താവെന്ന് വെച്ചാൽ നീർക്കെട്ട് വരാനായിട്ട് സാധ്യതയുണ്ടാവും. ഈ വായു അറകളിൽ നീർക്കെട്ടുകൾ വരാനായിട്ട് സാധ്യതയുണ്ടാവും. അതുപോലെ ഈ ഉറങ്ങി എണീറ്റ ഉടനെ ക്ലൈമറ്റ് ചേഞ്ച് കാരണമായിരിക്കും ചിലർക്ക് ഈ തൊണ്ടയിലെ കഫം കെട്ടി നിൽക്കുന്ന പോലെ. അപ്പോൾ അത് നിങ്ങൾക്ക് ശ്വാസകോശത്തിന് മൈൽഡായിട്ട് പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ ചൂടുവെള്ളത്തിൽ മഞ്ഞൾ ആഡ് ചെയ്തിട്ട് കുടിക്കുന്നത് വളരെയധികം ഇഫക്റ്റീവാണ്. പിന്നെ അധികം തണുത്ത ഭക്ഷണങ്ങൾ, അങ്ങനെ രാത്രി സമയങ്ങളിൽ തണുപ്പുള്ള സമയങ്ങളിൽ തണുത്ത ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും അവോയ്ഡ് ചെയ്യാം. ഭക്ഷണം കഴിക്കുന്നത് തന്നെ ചൂടോട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതും വളരെയധികം എഫക്റ്റീവാണ്. അതേപോലെ തന്നെ നേസൽ ഡ്രോപ്സുകൾ ചിലർ യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ പേഷ്യൻസിന് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് നേസൽ ഡ്രോപ്പുകൾ. അപ്പോൾ ലെംന മൈനറിൻ്റെ നേസൽ ഡ്രോപ്പൊക്കെയാണ് നമ്മൾ യൂഷ്വലി കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ടൈമിൽ ചിലർക്ക് ഇപ്പോൾ ഈ സൈനസൈറ്റിസിൻ്റെ പ്രശ്നം കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലർക്ക് പോളിപ്പ് എന്ന് പറയും, അതായത് നമ്മുടെ മൂക്കിലെ ദശവളർച്ച കൊണ്ടാവാം, അല്ലെങ്കിൽ ടർബിനേറ്റ് എൻലാർജ്മെൻറ്റ് എന്ന് പറയും. അതായത് ടർബിനേറ്റ് എന്ന് പറയുമ്പോൾ മൂക്കിൻ്റെ ആ ഒരു ഉൾഭാഗം മാത്രമായിട്ട് പുറന്തള്ളി വരിക. ഇത് കാരണം മൂക്കടപ്പുള്ളവരുമുണ്ട്. അപ്പം സൈനസൈറ്റിസ് കൊണ്ട് മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ട് ഈ മൂക്കടപ്പ് വരാം. വായിൽ ശ്വസിക്കുന്നവർക്ക്, വായ കൊണ്ട് മാത്രം ബ്രീത്ത് ചെയ്യുന്നവർക്ക് ഈ ഒരു നേസൽ സ്പ്രേ വളരെയധികം ഇഫക്റ്റീവാണ്. അതേപോലെ ആരൻട്രൈഫിലം എന്നുള്ളൊരു മെഡിസിൻസും വളരെയധികം ഇഫക്റ്റീവാണ്. മൗത്ത് ബ്രീത്തിങ് ചെയ്യുന്ന, അത് കുട്ടികൾക്കാണെങ്കിലും
വളരെ റിസൾട്ട് തരുന്ന ഒന്നാണ്. അതേപോലെ ആവി പിടിക്കുന്ന സമയത്ത് തുളസിയുടെ ഇല വളരെയധികം ഇഫക്റ്റീവാണ്. തുളസിയുടെ ഇല ഉപയോഗിച്ചിട്ട് ആവി പിടിക്കുന്നത് നല്ലതാണ്. പിന്നെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും പനക്കൂർക്ക ആക്ച്വലി ബെസ്റ്റായിട്ട് പറയാറുണ്ട്. പനക്കൂർക്ക നമ്മൾ അതിൻ്റെ കൂടെ തന്നെ തേന് ചേർത്തിട്ട് എടുക്കുന്നത് നല്ലതാണ്. പനക്കൂർക്കയുടെ വെള്ളം എടുക്കുന്നതും കഫം കെട്ടിക്കിടക്കുന്നുണ്ട് എന്നാൽ പുറത്തു വരുന്നില്ല എന്നുള്ളവർക്ക് വളരെ എഫക്റ്റീവാണ്. കഫം ഇളക്കി കളയാനായിട്ട് എഫക്റ്റീവാണ്. പക്ഷേ ശ്രദ്ധിക്കണം, കുട്ടികളിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ന്യൂമോണിയ ഉള്ളവരാണ്, അല്ല മുന്നേ ന്യൂമോണിയ വന്ന ഒരു കേസ് ഉണ്ട്, അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പനിയൊക്കെ കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഈ പനക്കൂർക്കയും അതും കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കൂടുതലായിട്ടും 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ, അതുപോലെ ഇപ്പോൾ വരണ്ട ചുമ, കഫം നിൽക്കുന്നുണ്ട്, ഒരു കുറുകുറുപ്പുണ്ട്, എന്നാൽ പനി അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ തുളസി ഇല ഇട്ടിട്ട് ആവി പിടിക്കുന്നത് വളരെ ഇഫക്റ്റീവാണ്. നമ്മുടെ ഒരു വായുറകളൊക്കെ കുറച്ചുകൂടെ റിലീസ് ആവാനും, സൈനസൈറ്റിസ് ഇൻഫെക്ഷൻ ഉള്ളവർക്ക് നല്ലതാണ്, കഫക്കെട്ടുള്ളവർക്കും വളരെയധികം ഇഫക്റ്റീവാണ്. അപ്പോൾ ഈ കഫക്കെട്ട് അല്ലെങ്കിൽ സൈനസൈറ്റിസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.